സംവിധായകൻ സിബി മലയിലും ലോഹിതദാസും അവർ ഗീത് ഹോട്ടലിലോ മറ്റോ താമസിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇവരുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സൗഹൃദമുണ്ട്. അവരുടെ സിനിമകൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ റിപ്പോർട്ടിങ്ങും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ യാദൃച്ഛികമായിട്ട് ആ സംഭാഷണ മധ്യേ ജോൺസൺ മാസ്റ്ററുടെ വിഷയം കടന്നു. ഇവരുടെ ചർച്ചയിൽ ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിൻ്റെ ഒരു അർജ്, പഴയ ഒരു ഭയങ്കരമായൊരു കരുത്ത് അല്ലെങ്കിൽ ഭയങ്കരമായൊരു തീവ്രത എന്തോ കുറഞ്ഞുവോ എന്നൊരു സംശയം ഇവരുടെ ചർച്ചയിൽ വന്നു. അപ്പോൾ ഞാനും അത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ലോഹിതദാസോ ആണെന്ന് തോന്നുന്നു പറഞ്ഞു, യേശു ഒന്ന് ഈ ഒരു അഭിപ്രായം ഒന്ന് ജോൺസണോടൊന്ന് സംസാരിക്കാം. അപ്പോൾ ഞാനത് കേൾക്കാത്ത പാടെ ജോൺസൺ മാസ്റ്ററെ ഫോണിൽ വിളിച്ചിങ്ങനെ ഇന്ന ആളാണ്, യേശുദാസ് എന്നാണ്, എന്നൊക്കെ ചോദിച്ച് ഞാൻ സംസാരിച്ചു. വെള്ളി നക്ഷത്രത്തിൻ്റെ റിപ്പോർട്ടറാണ്, ഇങ്ങനെയാണ് നിങ്ങളുടെ സംഗീതത്തിൽ ഇപ്പോൾ പഴയ ഒരു എർജ് അല്ലെങ്കിൽ പഴയ ഒരു തീഷ്ണത അല്ലെങ്കിൽ തീവ്രത കുറയുന്നുണ്ടോ എന്നൊരു സംശയം എന്ന്. ഇത് കേട്ട പാടെ അപ്പുറത്തെ തലക്കിൽ നിന്നും നല്ല പച്ചത്തെറി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഈ തെറി അഭിഷേകം അല്ലെങ്കിൽ തെറി കേൾക്കുന്നത് ആദ്യത്തെ അനുഭവമാണ്. പക്ഷെ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ പറയാതെ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് വളരെ നാളുകൾക്ക് ശേഷമാണ് ജോൺസൺ മാസ്റ്ററെ കാണുന്നത്. അപ്പോൾ ജോൺസൻ്റെ സംഗീതത്തിൻ്റെ തീവ്രത കുറഞ്ഞോ എന്ന് ലോഹിതദാസും സിബി മലയിലും കൂടെ ചർച്ച ചെയ്തിട്ട് എന്നെക്കൊണ്ട് ചോദിപ്പിച്ചതാണ്. ഞാനത് ഇപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമയ്ക്കുള്ളിലെ ഒരുപാട് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളിത് മനസ്സിലാക്കാതെ ചെന്ന് ചോദിച്ചതാണ്.